അർജുനെ കണ്ട ലോറി ഡ്രൈവറായ വിനേഷ് നമുക്കൊപ്പം വീണ്ടും ചേരുകയാണ്. വിനേഷിന്റെ സുഹൃത്ത് അവിടെ നിന്ന് വിനേഷിന്റെ ലോറി പാർക്ക് ചെയ്തിരുന്ന ഭാഗത്ത് നിന്ന് വിനേഷിന്റെ ചിത്രമെടുത്ത് അയച്ചിരുന്നു. നമ്മുടെ പ്രേക്ഷകർ നേരത്തെ ആ ദൃശ്യങ്ങൾ ഒന്ന് സംഘടിപ്പിക്കൂ എന്ന് പറഞ്ഞിരുന്നു. ആ ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് വിനീഷ് അയച്ചു തന്നിരിക്കുന്നത്. അതായത് വിനീഷിന്റെ ലോറിയിൽ വിനീഷ് ആ കടയ്ക്ക് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ദൃശ്യമാണ്. ഈ ഫോട്ടോ എടുത്ത ഫോണിലൂടെ എക്സാക്ട് ലൊക്കേഷൻ കണ്ടെത്താനും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. റോഡിലെ മൺകൂനയിൽ ലോറി ഇല്ല എന്ന് കർണാടക റവന്യൂ മന്ത്രി ഇപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. GPS സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ലോറി ഇല്ല എന്ന് മന്ത്രി പറയുമ്പോൾ അതുവഴി കടന്നുപോയ 3 ഡ്രൈവർമാരും, അതായത് അർജുന്റെ സുഹൃത്ത് സമീർ, അതുപോലെ തന്നെ അതുവഴി കടന്നുപോയ ലോറി ഡ്രൈവറായ സവാദ്, 8 മണിക്ക് ശേഷം അർജുനെ കണ്ട ആ ലോറി അവിടെ കിടക്കുന്നത് കണ്ട ലോറി ഡ്രൈവറായ വിനീഷ് എന്നിവർ ഒരേ സ്ഥലമാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് ഇവിടെ ലോറി കിടപ്പുണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. ആ ലോറി അവിടെ നിന്ന് പുഴയിലേക്ക് വീണോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ആ വണ്ടിയിൽ തടിക്കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ വിനീഷിന്റെ സുഹൃത്ത് എടുത്ത ചിത്രം ഇതാണ്. വിനീഷിന്റെ ലോറിയുടെ ചിത്രമാണ്. വിനീഷ് ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. വിനീഷ്, സുഹൃത്ത് വിനീഷിന്റെ ലോറിയുടെ ഉടമയ്ക്ക് അയച്ചു കൊടുത്ത ചിത്രം ഇതാണ്. ഈ ചിത്രം എടുത്ത ലൊക്കേഷൻ അത് കൃത്യമായി ആ ഇമേജ് സെർച്ചിലൂടെ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ലൊക്കേഷനും ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. സെയിം അത് തന്നെയാണ് ആ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയാണ്. ആ വണ്ടി ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് നേരെ എതിർവശത്താണ്. ഇമ്മാനുവേൽ എന്ന വണ്ടി ഇട്ടിരിക്കുന്നതിന്റെ നേരെ എതിർവശം. നമ്മളിപ്പോൾ ആ ലൊക്കേഷൻ കണ്ടെത്തിയിരിക്കുകയാണ്. വണ്ടി പാർക്ക് ചെയ്തിരുന്നത് ആ മലയുടെ, അതായത് ആ വണ്ടി വളഞ്ഞു വരുന്ന റിവേഴ്സ് എടുത്ത് വരുമ്പോഴുള്ള ഭാഗത്ത്, നേരത്തെ വിനീഷ് കൃത്യമായി പറഞ്ഞതുപോലെ ആ ബുള്ളറ്റ് ടാങ്കർ ഉള്ള ഭാഗത്ത് നദിയുടെ ഇപ്പോൾ ആ കൃത്യമായ ലൊക്കേഷൻ നമ്മുടെ ഫാക്ട് ഫൈൻഡിംഗ് ടീം ഇപ്പോൾ സൗമേഷും വിനീഷും അടങ്ങുന്ന ഫാക്ട് ഫൈൻഡിംഗ് ടീം ഇപ്പോൾ കൃത്യമായ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുകയാണ്. ആ മരത്തിന്റെ അവിടെയാണ് ലോറി, ഇമ്മാനുവൽ എന്ന വിനീഷിന്റെ ലോറി കിടന്നിരുന്നത്. ആ മരത്തിന് താഴെയാണ് വിനീഷ്, അതാണ് നമ്മളോട് പറഞ്ഞത്. അതിന് നേരെ എതിർഭാഗത്താണ് നമ്മുടെ അർജുന്റെ ലോറി പാർക്ക് ചെയ്തിരുന്നത്. അർജുന്റെ ലോറിയിൽ 300 കട്ടൺസ് ഉണ്ട്. 300 തടിക്കഷണങ്ങൾ ആയി ഫുൾ ലോഡായിട്ടുള്ള വാഹനമാണ് പാർക്ക് ചെയ്തിരുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഒരു ടാങ്കർ ലോറിയും ഉണ്ടായിരുന്നു. വിനീഷ്, ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. നമ്മൾ ആ ഗൂഗിൾ ഇമേജ് ട്രാക്കിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനം കിടന്നത് ആ മരത്തിന്റെ ചുവട്ടിലാണ്. ഇപ്പോൾ ഇടതുഭാഗത്ത് കാണുന്ന ലോറി ഉള്ളത്. അതിന് നേരെ എതിർഭാഗം എന്ന് പറയുമ്പോൾ ആ ടാങ്കറുകൾ കിടക്കുന്ന ഇടമാണ്. കൃത്യമായി നമുക്കത് ഉറപ്പിച്ചുകൂടെ? നോക്കിക്കോട്ടെ. അവിടെ തന്നെയാണ്. അതായത് അവിടെ കല്ലും പാറക്കഷ്ണങ്ങളും ഒക്കെ നേരത്തെ വീണത് കിടപ്പുണ്ടായിരുന്നു. അത് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ റവന്യൂ മന്ത്രി പറയുന്നത് അവിടെ നിന്ന് ഈ ലോറി അവിടെ നിന്ന് നീങ്ങിയിട്ടുണ്ട്, മൺകൂനയിൽ ലോറി ഇല്ല എന്നാണ് കർണാടക റവന്യൂ മന്ത്രി തറപ്പിച്ച് പറയുന്നത്. ഈ ലൊക്കേഷൻ, ഫോട്ടോയുടെ ലൊക്കേഷനിൽ നോക്കട്ടെ. ഫോട്ടോയുടെ ലൊക്കേഷൻ കൂടി നമ്മളിപ്പോൾ കാണിച്ചു. അത് ആ മരത്തിന് എതിർവശമാണ്. ഞാനിപ്പോൾ സെൻഡ് ചെയ്തിട്ടുണ്ട്. 98% മണ്ണ് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡ പറയുന്നത്. റഡാർ പൊസിഷൻ ചെയ്ത, GPS പൊസിഷൻ ചെയ്ത ഭാഗത്ത് ലോറി ഇപ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക്, രക്ഷാദൗത്യം നിർണായക ഘട്ടത്തിലേക്ക് എത്തുകയാണ്. നമുക്ക് പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളാണ് വിനീഷ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. വിനീഷ്, ആ വണ്ടി നിർത്തിയിട്ടിരുന്ന ഇടത്ത് വിനീഷ് ഒന്നുകൂടി 16-ാം തീയതി രാവിലെ വിനീഷ് കണ്ട ദൃശ്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് നമ്മുടെ അർജുനെ കണ്ടെത്തണം. നമുക്കങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ കഴിയില്ല. നമ്മളിൽ ഒരാളാണ്. അതുകൊണ്ടാണ് വീണ്ടും ഞാനിത് ചോദിക്കുന്നത്. ആ ടാങ്കർ ലോറി മുന്നിലുണ്ടായിരുന്നോ? അതായത് അർജുന്റെ വണ്ടിക്ക് മുന്നിലോ പിന്നിലോ ഒരു ടാങ്കർ ലോറി ഉണ്ടായിരുന്നോ? മുന്നിലില്ലായിരുന്നു. ഈ വണ്ടി മാത്രമേ ഉള്ളായിരുന്നു. അതായത് പിന്നിലായി ഒരു ടാങ്കർ ലോറി. മറ്റേതെങ്കിലും വാഹനങ്ങൾ ആ സമയത്ത് അവിടെ നിർത്തിയിട്ടിരുന്നോ? അതിന്റെ പിന്നിലെ ഒരു ടാങ്കർ ഉണ്ടായിരുന്നു. വേറെ ഞാൻ പോകുന്നപ്പോ വണ്ടിയില്ല. പിന്നെ നമ്മുടെ സൈഡിലുണ്ടായിരുന്ന ഞാൻ പറഞ്ഞ ഒരു ടാങ്കറേ ഉള്ളൂ. വണ്ടിക്ക് മുന്നേ വേറെ വണ്ടിയില്ലായിരുന്നു, ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് 2 ടാങ്കർ ലോറികളും ഒപ്പം അർജുന്റെ ഈ ഭാരത് ബെൻസിന്റെ ലോറിയും. 3 വാഹനങ്ങളാണ്, വലിയ വാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നത്. അതെ. ഇതാണ് വിനീഷിന്റെ വണ്ടി അല്ലേ? ഇമ്മാനുവൽ എന്നുള്ളതാണ് വിനീഷിന്റെ വണ്ടി. അതെ. അതാ മരത്തിന്റെ ചോട്ടിലാണ് നമ്മളിപ്പോ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. അതെ. ആ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം. ആ മരത്തിന്റെ എതിർവശത്ത്, നേരെ എതിർവശത്താണ് നമ്മുടെ അർജുന്റെ വണ്ടി കിടന്നത്. മറ്റേ വണ്ടി കിടന്നത്. അപ്പോൾ ആ ടാങ്കറുകൾ കിടക്കുന്ന ഭാഗത്ത്, ആ മരത്തിന്റെ നേരെ എതിർവശം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാക്ട് ഫൈൻഡിംഗ് ടീം ഇപ്പോൾ സൂമിൻ ചെയ്യുന്ന ആ ഭാഗത്താണ് ഈ വണ്ടി കിടന്നിരുന്നത്, അർജുന്റെ വണ്ടി കിടന്നിരുന്നത്. വലിയ മരം അതാണ്. ആ മരത്തിന്റെ നേരെ എതിർവശം എന്ന് പറയുമ്പോൾ ആ 2 ടാങ്കറുകൾക്ക് ഇടയിലുള്ള സ്ഥലമാണ്. അവിടെ ഇപ്പോഴും മൺകൂനയുണ്ട്. ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഫാക്ട് ഫൈൻഡിംഗ് ടീം ആ ഒരു ദൃശ്യങ്ങൾ കൂടി മറ്റൊരു ബോക്സിലേക്ക് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ മണ്ണ് മാറ്റാൻ കിടക്കുന്ന ഭാഗം 98% മണ്ണ് മാറ്റിയെന്നാണ് റവന്യൂ മന്ത്രി പറയുന്നത്. പക്ഷേ മണ്ണ് മാറ്റാനുള്ള കുറച്ച് ഭാഗത്ത് നമുക്ക് പ്രതീക്ഷയുടെ ഒരു
ഒരറ്റം എങ്കിലും ഉണ്ടെങ്കിൽ, ഒരു തുമ്പെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവിടം വരെയും തിരയണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ലോറി റോഡിലില്ല, റോഡിലെ മണ്ണിൽ ട്രക്കില്ല എന്ന് മന്ത്രി പറയുമ്പോഴും നമ്മൾ ആവർത്തിച്ച് ഈ വിവരങ്ങൾ തേടുന്നത് വിനേഷ് എന്തെങ്കിലും തരത്തിൽ നമുക്കൊരു സൂചന കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. അവിടെ നിന്ന് ആ വണ്ടി ഒലിച്ചു പോകാൻ ഒരു ഡ്രൈവർ എന്ന നിലയിൽ വിനീഷിന് എന്താണ് തോന്നുന്നത്? ഒരു മണ്ണിടിഞ്ഞു വന്ന് ആ ലോറി അപ്പാടെ ഒലിച്ചു പോകാനുള്ളൊരു സാധ്യതയുണ്ടോ? മറ്റേ ടാങ്കർ ലോറിയുടെ പിന്നിൽ കിടന്നിരുന്ന ടാങ്കർ ലോറിയുടെ ബുള്ളറ്റ് പോർഷനാണ് വണ്ടിയിൽ നിന്ന് പുഴയിൽ നിന്ന് കിട്ടിയത്. ഒപ്പം അതിലെ ഡ്രൈവറുടേതാണെന്ന് നമ്മൾ കരുതുന്നു. അല്ലെങ്കിൽ മറുഭാഗത്ത് നിർത്തിയിട്ടിരുന്ന ടാങ്കറിലെ ഡ്രൈവറിന്റെ മൃതദേഹവും കിട്ടിയിട്ടുണ്ട്. അത് ഒരുപാട് ദൂരേക്ക് ഒഴുകിപ്പോയിരുന്നു വിനീഷ്. അവിടുന്ന് പോകാൻ ചാൻസ് ഇല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അത്രയും സൈഡായിട്ടാണ് പാർക്ക് ചെയ്തിരുന്നത്. ഒന്ന് പിന്നെ അത്രയും ലോഡുണ്ടല്ലോ വണ്ടിയില്. ഈ ടാങ്കർ കാലി ടാങ്കർ ഉണ്ടായിരുന്നു. കാലി ടാങ്കർ ആയിരുന്നു അല്ലേ? ആയിരുന്നു തോന്നുന്നു. ടാങ്കറോ കണ്ടുള്ളൂ, വണ്ടി ലോഡാണോ എന്ന് ശ്രദ്ധിച്ചില്ല. അപ്പം ഈ വണ്ടി ലോഡായതുകൊണ്ട് എന്തായാലും അത്രയും വണ്ടി റോഡിൽ നിന്ന് പാർക്ക് ചെയ്തിരുന്നത്. അപ്പം അതിന്റെ സൈഡായിട്ട് തന്നെ. അപ്പം അതിന്റെ മേളിലേക്ക് വണ്ടി വീഴാനാണ് ചാൻസ്. വണ്ടി അവിടെ നിന്ന് മണ്ണ് തള്ളിക്കൊണ്ട് പോകാൻ ചാൻസ് കുറവാണെന്നാണ് അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് തോന്നുന്നത്. മാത്രമല്ല അർജുന്റെ ഫോൺ റിങ് ചെയ്തിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. തൊട്ടടുത്ത ദിവസവും ഫോൺ റിങ് ചെയ്തിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഈ GPS പൊസിഷൻ ചെയ്തിരിക്കുന്നത് ഈ മണ്ണിടിച്ചിലുണ്ടായ ആ സമയത്ത് തന്നെയാണ്. 8:45 ശേഷമുള്ള സിഗ്നലുകളില്ല. പുഴയിൽ വലിയ മൺകൂനകൾ ഉണ്ടെന്ന് പറയുന്നു. ഈ വാഹനം മറിഞ്ഞ് നദിയിലേക്ക് പോകണമെങ്കിൽ 2 റോഡുകളുടെ അത്രയും ദൂരം ഈ വണ്ടി തള്ളി നീക്കേണ്ടതുണ്ട്. അപ്പൊ കട്ടൻസ് കഷ്ണം എന്തെങ്കിലും ഒരു കട്ടൻസ് പീസെങ്കിലും വണ്ടിയിൽ നിന്ന് പുറത്തു പോയെങ്കിൽ അതെങ്കിലും കിട്ടുമല്ലേ?